നമ്മുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കണം. കർത്താവിന് നൽകുന്നതൊന്നും പാഴായി പോവുകയല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തെയൊക്കെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആ സമയത്ത് ഒരു സാധനം കയറി വന്നു പോയി, കുറച്ച് കാലം കയ്യിൽ നിന്ന് കിട്ടാതെ പോയി. അപ്പോ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. എന്താ പറയണ്ടേ, ഞാനൊരു വചനം പറഞ്ഞായിരുന്നല്ലേ, അതായിരുന്നു എഫേസോസ് 6:10 വായിക്കാവോ? എഫേസോസ് 6:10. ഇത് നമ്മൾ പറയാൻ പോകുന്ന വചനഭാഗം ഇതായിരിക്കും. ആർക്കെങ്കിലും സാധിക്കുമെങ്കിലും വായിക്കാവോ? നിങ്ങൾ വായിച്ചു തരുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. എനിക്ക് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാവോ? ടൈറ്റിൽ ഒന്ന് വായിച്ചു. ആത്മീയ സമരം. ആത്മീയ സമരം. ഹല്ലേലൂയ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ബാക്കി വായിച്ചോ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയ. ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വചനഭാഗം കൂടി ഉണ്ട്, അറിയാവോ? 1 പത്രോസ് 5:8 ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച്, ആ വചനഭാഗമാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. 2 വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കത്തോലിക്ക സഭ, എല്ലാം ഞാൻ പറയുമ്പോൾ എല്ലാം കത്തോലിക്ക സഭയോട് ചേർന്നായിരിക്കും വരുന്നത്. എൻ്റെ ഒരു നേച്ചർ അതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയിലായിരിക്കുന്ന നമ്മൾ ഒരു ആത്മീയ സമരത്തിലായിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് ആലോചന നമുക്ക് നൽകുന്നത്. ആത്മീയ സമരത്തിലാണ്. എത്ര പേർക്ക് ഈ ബോധം ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആത്മീയ സമരത്തിലാണ് നമ്മൾ എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. കാരണം പിശാചിന് വചനം അറിയാൻ പറ്റുമോ? അറിയാവോ? സുവിശേഷം പിശാചിന് അറിയുന്ന പോലെ വചനം ആർക്കും അറിയത്തില്ല. ഏറ്റവും കൂടുതൽ വചനം അറിയുന്നത് പിശാചിനാണ്. നമ്മളൊക്കെ തോറ്റ് തുന്നം പാടും. അവനൊക്കെ ആരാ എന്നോട് പറഞ്ഞേ, ഡീക്കനാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നേ, ഈ ക്വിസ് മത്സരം നടക്കുമല്ലോ, പള്ളിയിൽ നിന്ന് നടത്തുന്ന ക്വിസ് മത്സരം നടത്തിയ പിശാച് അവസാനം അടിക്കുന്നു പറഞ്ഞു. അത് ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നോട് ഡീക്കനാ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ദിവസം ഞാൻ ഡീക്കനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡീക്കന്റെ വായിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ടെന്നായി. അപ്പൊ എൻ്റെ ഓർമ്മ വരികയാണിപ്പം. അതായത് നമ്മുടെ ഒരു ക്വിസ് മത്സരം നടത്തൂല, നമ്മൾ ഇടവക തലത്തിൽ രൂപത തലത്തിലൊക്കെ നടത്തുന്ന, സംസ്ഥാന തലത്തിലൊക്കെ നടത്തുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയാൽ പിശാചിന് 1ാം സ്ഥാനം കിട്ടും. കാരണം അവന് നന്നായിട്ട് വചനം സൂപ്പറായിട്ട് അറിയാം. അപ്പം ഒരു കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സുവിശേഷ പ്രഘോഷകരായ നമുക്ക് വചനം അറിയാം എന്നതിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം അതിനേക്കാളും നന്നായിട്ട് അവനറിയാം. ഈശോ വചനം പറഞ്ഞില്ലേ? ഈശോ പറഞ്ഞാണ് വചനം മുഴുവൻ.
പക്ഷേ ഞാൻ വായിക്കണം, നമ്മൾ പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ സാഹചര്യം പറയാം. ഈശോ എല്ലാ കാര്യങ്ങളും ഉപമകളിലൂടെയാണ് സംസാരിച്ചത്, അല്ലേ? മർക്കോസിന്റെ അതെ. സുവിശേഷം അത് പറയുന്നുണ്ട്, ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈശോ പറഞ്ഞതിനകത്ത് ഒരു തന്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈശോ ഉപമ പറഞ്ഞേച്ച് ഉപമകൾ സംസാരിക്കും, ഉപമകളിലൂടെ സുവിശേഷം പറയും. ആ പറഞ്ഞ സുവിശേഷത്തിന്റെ പൊരുള്, വ്യാഖ്യാനം സ്ലീഹന്മാർ ഒന്നിച്ചിരിക്കുമ്പോൾ അവരോട് പറയും. അത് ഒരു ദിവസം കടുകുമണിയുടെ ഉപമ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാർ പറഞ്ഞു, കർത്താവ് ഇതെന്നാ, ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ സ്ലീഹന്മാർ കൂടെ ആയിരിക്കുമ്പോഴാണ് അതിന്റെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാ കിട്ടിയേക്കുന്നത്, അത് നിങ്ങൾക്ക് മതി. പുറത്തുള്ളവർക്ക് അത് ഉപമകളിലൂടെ മാത്രം, അവർക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് വചനം കേൾക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് അതിനുള്ള വരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വരം ലഭിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഈ മാംസത്തിനും ഇതൊരു ആത്മീയ സമരമാണ്. ഈ വരം ലഭിക്കാത്തതിന്റെ കാരണം വരം കിട്ടാത്തത് കൊണ്ടല്ല, തരാത്തത് കൊണ്ടല്ല, പിശാചുണ്ട്. ഈശോ പറയുന്ന ഉപമയിൽ അതിനകത്ത് കണക്ഷനാണ്, നമ്മുടെ ആത്മീയ സമരത്തിലേക്കുള്ള കണക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് വചനം കൊടുക്കുമ്പോൾ പിശാച് വന്ന് അത് എടുത്തുകൊണ്ട് പോകും, അല്ലെ കള വിതച്ചേച്ചു പോകും. അതായത് കർത്താവ് പറഞ്ഞ കാര്യത്തിന് പ്രബോധനം നൽകുന്നത് പിശാചാണ്. പ്രബോധനം പിശാചിന്റെ ആദ്യത്തെ പ്രബോധനമാണ് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞത്. ദൈവം ആദ്യം ഹവ്വയിലും ആദത്തിനെയും ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഹവ്വയോട് നൽകിയ ഒരു വലിയ പ്രബോധനമാണ് മനുഷ്യരാശിയെ മുഴുവനും നാശത്തിലേക്ക് കൊണ്ടുകൊടുത്തത്. അവൻ വചനം പറഞ്ഞതാണ്, സുവിശേഷം വ്യാഖ്യാനിച്ചു കൊടുത്തതാണ്, ദൈവഹിതം വ്യാഖ്യാനിച്ചു കൊടുത്തതാണ്. ഒരു വലിയ അധപ്പതനത്തിലേക്ക് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയത്. സ്വർഗത്തിന് എന്നേക്കുമായി മനുഷ്യനുമായി ദൈവവുമായിട്ടുള്ള ബന്ധം വരെ വിച്ഛേദിക്കത്ത രീതിയിൽ ഒരു വലിയ പ്രബോധനം അവൻ നടത്തി അവിടെ. അത് കഴിഞ്ഞിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ പിതാവായ ദൈവം തന്റെ സ്വന്തം ആത്മാക്കളെ ചേർക്കാൻ വേണ്ടി, കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, കൂട്ടി ഇണക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് വചനത്തെയാണ് അയച്ചത്. നഷ്ടപ്പെട്ടു പോയ വചനം. അതായത് ഒരു തെറ്റായ പ്രബോധനത്തിലൂടെയാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട മനുഷ്യനെ അവന്റെ പ്രബോധനം കൊണ്ട് പ്രബുദ്ധരാക്കാൻ ഈശോ ഉദ്യമിച്ചതാണ് ഈശോയുടെ പരസ്യ ജീവിതം. അതുകൊണ്ടാണ് അവൻ വചനം നൽകിയത്. ഒരു തെറ്റായ പ്രബോധനം കൊണ്ട് ഇരുൾ മൂടിപ്പോയ മനുഷ്യരാശിയുടെ ബുദ്ധിയെ സത്യവെളിച്ചത്തിന്റെ വചനം കൊണ്ട് പ്രകാശിപ്പിക്കുവാൻ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുവിശേഷവുമായി ലോകത്തിലേക്ക് വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയക്കുറവ് കൊണ്ട് ഇതെനിക്ക് മുഴുവൻ പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഏറ്റവും ചെറുതായിട്ട് ഞാൻ പറയാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്. ദൈവം ആദ്യ മാതാപിതാക്കൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ദൈവത്തിന്റെ ഐക്യത്തിലായിരുന്നപ്പോൾ ഒരു നരകത്തിന് കയറാൻ മേലാത്ത ഒരു കവചം ഉണ്ടാക്കിയിരുന്നില്ല. പിശാചിന് പ്രവേശിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഹവ്വയായിട്ട് പിശാച് സമ്മതിക്കാൻ വന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പിശാച് എന്നുള്ള വാക്കാരാ പറഞ്ഞു തന്നെ? പിശാച് ഉണ്ടെന്ന് ആരാ പഠിപ്പിച്ചെന്നറിയോ? നിങ്ങളുടെ ഉത്തരം ഈശോ. വചനത്തിൽ പറയുന്നുണ്ടല്ലോ. വചനമല്ല, ഈശോയാ പഠിപ്പിച്ചത്. ഈശോയാണ് അങ്ങനെ പ്രബോധിപ്പിച്ചത്. പുതിയ നിയമത്തിൽ പിശാച് ഉണ്ടെന്ന് പറഞ്ഞത് ഈശോയാണ്. സ്വർഗം ഉണ്ടെന്ന് പഠിപ്പിച്ചാരാ? ഈശോയാണ്. അത് തന്നെ പഠിപ്പിച്ചേ, വേറെ ആരും അല്ല. അതുകൊണ്ട് നമ്മളതൊന്നും വിശ്വസിക്കാതിരിക്കരുത്. അതുകൊണ്ട് ഈ കാലഘട്ടം പിശാചിനെ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അപ്പം ഈ കർത്താവ് പഴയ നിയമത്തിന്റെ ഉൽപ്പത്തിയിലെ ഒന്നും പിശാചിന് കയറാൻ മേലാത്തൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് തിരുസഭയെ സ്ഥാപിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നത് നരക കവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. ഇതിനാ കെട്ടിയിട്ടേക്കുന്നത്. ഒരു വേലി കെട്ടിയത് എന്തിനാണെന്നറിയോ? കർത്താവ് ബോധപൂർവം കെട്ടിയ കെട്ടാണത്. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത ഒന്നിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ രാജ്യം, ഈ ലോകം പിശാചിന്റെ
മൊത്തം പിശാചിന്റെ അണ്ടറിലാണ്. അറിയാം, ലോകം പിശാചിലാണ് നിലനിൽക്കുന്നത്. അത് അവന്റെ രാജ്യമാണ്. അതുകൊണ്ടാണ് ഈശോട് പറഞ്ഞത് ഇത് മുഴുവൻ എന്റെയാണെന്ന് അവനോട് പറഞ്ഞത്. ആദ്യ പാവം നിമിത്തം അത് മുഴുവൻ അവന്റെ കാൽക്കീഴിൽ കൊണ്ട് മനുഷ്യൻ വെച്ചു. അതുകൊണ്ടാണ് ഈശോട് പറയുന്നത് ഇത് മുഴുവൻ എന്റെയാണ്, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. നീ ഉദ്യമിക്കാൻ പോകുന്ന പണി എന്നതാണോ? ഈ ലോകത്തെ വീണ്ടെടുക്കാനാണ് നീ വന്നിരിക്കുന്നത്. അതിന് നീ വലിയ പരിപാടിയൊന്നും ചെയ്യണ്ട, നീ എന്നെ ആരാധിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാം. ഇതാണ് പ്രബോധനം, അവന്റെ പ്രബോധനം. വലിയ പ്രബോധനമാണ് കൊടുത്തത്, ചെറിയ കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. അതിന് ഈ വലിയ പീഡാസനത്തിന്റെ ഒന്നും കാര്യമില്ല, നീ വലിയ സുവിശേഷം കൊടുക്കേണ്ട കാര്യമില്ല, എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഇതൊക്കെ തരാം നിനക്ക്, നീ എടുത്തോ. ഇതാതിന്റെ ആദ്യത്തെ പ്രലോഭനം. ആദ്യ മാതാപിതാക്കളെ പ്രബോധനത്തിലൂടെയാണ് വഴിതെറ്റിച്ചത്. ഇത് നമ്മൾ അറിയണം. കർത്താവ് തിരുസഭയെ സ്ഥാപിച്ചപ്പം വലിയ ജ്ഞാനമാണ് കർത്താവിന്റെ. കർത്താവ് അതിനെതിരെ ഒരു വേലി കെട്ടി, ഇതിനെതിരെ പ്രബലപ്പെടുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ കത്തോലിക്ക സഭ 2025 വർഷം, 26ാമത്തെ വർഷം, 26 വർഷമായിട്ട് തിരുസഭ ഏറ്റവും കൂടുതൽ ചങ്കോട് ചേർത്ത് പിടിക്കുന്നത് എന്നാ നിങ്ങൾക്ക് അറിയാവോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുസഭ ചങ്കോട് ചേർത്ത് പിടിക്കുന്നതാണ്. തിരുസഭ ചങ്കോട് ചേർത്ത് ഒട്ടിച്ചു വെക്കുന്നത്. തൊടാൻ സമ്മതിക്കല്ലോ ഒരാളെ. സഭയുടെ പ്രബോധനം, സത്യപ്രബോധനം. എന്തിനാ ഇത്ര ശുഷ്കാന്തി? എന്തിനാ ഇത്ര ശുഷ്കാന്തി? ശുഷ്കാന്തി ഇതാണ്, കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. പുറത്തുണ്ട് എന്നത്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പുറത്തുണ്ട്. ബൈബിൾ, തിരുസഭ കർത്താവിന്റെ വചനം പുറത്തു വെച്ചിരിക്കുകയാണ്. പുറത്തു വെച്ചേക്കോ ഇത്. ആർക്ക് വേണേലും വായിക്കാം, ആർക്ക് വേണേലും കേൾക്കാം. പക്ഷേ ഇതിന്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ പ്രബോധനം ഉണ്ടാകണം. തിരുസഭയ്ക്ക് മാത്രമേ സുവിശേഷം വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളൂ. അത് മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ. മാർപ്പാപ്പയുടെ അധികാരം ശ്ലൈഹികമായിട്ട് തുടരുന്നതിന്റെ കാരണം ഇത് സഭയ്ക്കാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവിശ്വാസത്തെ ചങ്കോട് ചേർത്ത് പിടിച്ചാണ് സഭ പോകുന്നത്. അതിനകത്ത് ഒരു പൊടി പറ്റാൻ സംഭവിക്കുകയില്ല. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വെട്ടിക്കളയും. അതുകൊണ്ടാണ് ഈ പാഷാണ്ഡതകളൊക്കെ പഠിപ്പിക്കുമ്പോൾ സഭ അപ്പൊ തന്നെ അവരെ മുറിക്കുന്നത്, അവരുമായിട്ടുള്ള ബന്ധം വിടുന്നേ. ബാക്കി എന്ത് പറഞ്ഞാലും സഭ ശസ്തിക്കും. സത്യവിശ്വാസത്തിനെതിരെ പ്രഘോഷിക്കുന്നത് സഭയ്ക്ക് സഹിക്കാൻ പറ്റിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയ സമരത്തെ പറ്റിയാണ്. ആത്മീയ സമരം. ദൈവം അതുകൊണ്ട് 2 പ്രബോധനങ്ങൾ ഈ ലോകത്തിലുണ്ട്. 2 പ്രബോധനങ്ങൾ. ഒന്ന് സത്യത്തിന്റെ സുവിശേഷം, ഒന്ന് തിന്മയുടെ സുവിശേഷം. കളയും വിളയും. ദൈവരാജ്യം വളരുന്ന ഈ സ്ഥലത്ത് 2 എണ്ണമുണ്ട്. നമ്മളിത് തിരിച്ചറിയണമെങ്കിൽ ശത്രുവിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആരാണ് നമ്മളുടെ ശത്രു? ഈ ശത്രുവിനെ തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങൾ, മാനദണ്ഡങ്ങളുണ്ട്. ഒരാൾ പറയുന്ന പ്രബോധനം ശരിയാണോ തെറ്റാണോ? ഇപ്പം എന്നോട് സംസാരിക്കുന്നത് പിശാചാണോ എന്നെങ്ങനെ തിരിച്ചറിയാം? അതിനെക്കുറിച്ച് എനിക്ക് പറയാം. ഒരു കാര്യം ഞാൻ പറയാം, എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും, താല്പര്യം ഉണ്ടാകും, കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ കുറച്ച് അറിവുകൾ മാത്രം മേഖല കിട്ടുന്നുള്ളൂ എന്ന് എനിക്കറിയാം. ആ വിഷയം പറയാം, എനിക്ക് ഹൃദയത്തിന്റെ പ്രേരണയുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് 2 കാര്യം പറയട്ടെ. ഒന്ന്, യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്തുവിനെ ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യം ദൈവപരിപാലനയിൽ സംശയം ഉണ്ടാകുന്ന ഒരാൾക്ക് കർത്താവിനെ ഫോളോ ചെയ്യാൻ പറ്റിയല്ല. അത് ഒരു റിയാലിറ്റിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത് സഭ വിശ്വസിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകം, സമയമില്ലാത്തതുകൊണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകമൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവപരിപാലനയെ ഒരു കുഞ്ഞു കൊച്ചിന്റെ ഹൃദയ നൈർമല്യത്തോടെ വിശ്വസിക്കണമെന്ന് സഭ നമ്മോട് പറയുന്നുണ്ട്. എന്നാ ഈ ദൈവപരിപാലന എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ദൈവപരിപാലന? ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂക്കയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, വായിക്കാൻ സമയമില്ല. പിന്നെ ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇപ്പൊ മനുഷ്യർ വിചാരിക്കുന്നത് ഞാൻ ചെയ്താലേ ഇത് ശരിയാകത്തുള്ളൂ, ഇത് ഞാൻ ചെയ്താലേ
ചെയ്തു. കാരണം ഇതൊക്കെ തന്നേക്കുന്ന ദൈവമാ, അതുകൊണ്ട് ഞാൻ ചെയ്യണം. ഇത് തന്നെയാണ് പിശാച് പറഞ്ഞു കൊടുത്തത്. ആദ്യ പാപത്തിനകത്ത് വന്ന കേസ് അതാണ്. ഈശോ പറഞ്ഞത് ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ള എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതങ്ങ് വിഴുങ്ങണം. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തതാണ് നമ്മുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ബ്രദറെ? ഒരിക്കലും സംഭവിക്കില്ല ബ്രദറെ. സംഭവിക്കും. അത് വിശ്വസിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകാത്ത ഒരാൾക്ക് പോലും ദൈവാനുഭവം ഉണ്ടാകില്ല. ദൈവാനുഭവം ഉണ്ടാകാത്ത ഒരാൾക്ക് പോലും പിശാചിനെ മനസ്സിലാക്കാനും പറ്റില്ല. ദൈവം ഉണ്ടെന്ന് മനസ്സിലായാലേ പിശാച് ഉണ്ടെന്ന് പിടികിട്ടുള്ളൂ. കാരണം ആത്മീയ ജീവിതത്തിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങുന്നവർക്കേ പിശാചി പ്രവർത്തിക്കുന്ന കാണാൻ പറ്റത്തുള്ളൂ. ഇതിന് തടസ്സം നിൽക്കുന്നത് ബുദ്ധിയാണ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ആദ്യ മാതാപിതാക്കളെ പ്രസാദപരാവസ്ഥയിലായിരുന്നു. ആദ്യ മാതാപിതാക്കൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതായത് ദൈവം പറയുന്ന മാത്രമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പാപം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരു അന്ധകാരം കയറി. അതായത് രണ്ട് ലോകമുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ് ദൃശ്യവും അദൃശ്യവുമായ രണ്ട് ലോകങ്ങൾ. അത് നമ്മൾ വിശ്വസിക്കണം. ഒന്ന് ദൃശ്യലോകം, നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് 2D നമ്മൾ കാണുന്ന ഈ ലോകം. ഈ ലോകത്തെക്കാൾ 3 ഇരട്ടി. ഇപ്പം ഭൂമിയിൽ 2 ഭാഗം വെള്ളമാണ്, 1 ഭാഗമാണ് കരയുള്ളൂ എന്ന് പറയുന്നത് പോലെ 1/3 ഭാഗം മാത്രമേ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ഭാഗം അദൃശ്യ ലോകമാണ്. അദൃശ്യ ലോകം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ഈ അദൃശ്യ ലോകവും ദൃശ്യലോകവും മനുഷ്യന് കാണാൻ സാധിക്കും. കാണാൻ സാധിക്കണമെങ്കിൽ ബുദ്ധിയുടെ അന്ധകാരം മാറി, ബുദ്ധിയുടെ കെട്ട് എന്നാണ് നമ്മൾ ആത്മീയമായിട്ട് അതിനെ പറയുന്നത്. ബുദ്ധിയുടെ കെട്ടഴിയണം. ബുദ്ധി എപ്പോഴും നമ്മളെ ലോജിക്കിലേക്കാണ് മുട്ടിക്കുന്നത്. ലോജിക്കിലേക്ക് ബുദ്ധിക്ക് അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇപ്പൊ പറയാൻ സമയം പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബുദ്ധി നമ്മൾ എപ്പോഴും നമ്മുടെ ലോജിക്കിലേക്കാണ് ബുദ്ധി നമ്മളെ കൊണ്ടുപോകുന്നത്. ലോജിക്ക് അല്ലാത്ത ഒരു കാര്യം ബുദ്ധി വിശ്വസിക്കില്ല. പക്ഷേ ലോജിക്ക് അല്ലാത്ത ഒരു കാര്യം ബുദ്ധിയെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റും. 2 കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നിൽക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഡീക്കന്റെ പുറകിൽ ഒരാൾ നിപ്പുണ്ട്, ഇന്ന് പോടാ എന്ന് പറയും. രണ്ടാമതൊരാൾ വന്നിട്ട് പറയാണ്, ഡീക്കന്റെ പുറകിൽ ഒരാൾ നിപ്പുണ്ട്. ഡീപ്പനെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് നേരെ ഒന്ന് നോക്കൂ. അതെന്നാ? അപ്പൊ തന്നെ ബുദ്ധിയെ ജാം ചെയ്തു, കൺഫ്യൂസ് ചെയ്തു. മൂന്നാമതൊരാൾ വന്നിട്ട് പറയാ, ഡീക്കന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കെന്നത് കാണാൻ പറ്റാതെ, പക്ഷെ എന്നാലും എന്തായിരിക്കും ഇവർക്ക് കാണാൻ പറ്റും. കൺഫ്യൂസ് ആയി. അതായത് ബുദ്ധിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. ബുദ്ധി കൺഫ്യൂസ് ചെയ്യിക്കാൻ എളുപ്പമാണ് ബുദ്ധിയെ. ഇതാണ് പിശാച് ചെയ്യുന്ന പരിപാടി. പിശാച് ആദ്യം ഒരു ആത്മാവിലേക്ക് കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അതായത് അവന് ലോജിക്ക് അല്ലാത്ത ഒരു കാര്യത്തെ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അന്ധമാക്കുക എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആത്മീയ മേഖലയിൽ ഉപയോഗിക്കുന്നത് അന്ധത, ആത്മീയ അന്ധത എന്നുള്ള വാക്കാണ്. കണ്ണ് കാണാത്തൊരവസ്ഥ, ഏതാണ് ശരി തെറ്റെന്ന് തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥ, തപ്പിത്തടയുന്ന ഒരവസ്ഥ. ഈ ഒരു കാര്യം സംഭവിക്കും. ഇതാണ് പിശാചിന്റെ ഒരു ആദ്യത്തെ പ്രവർത്തനം. ഇതിലൂടെയാണ് പിശാച് കയറി വരുന്നത്. അപ്പൊ അത് മനസ്സിലാകണമെങ്കിൽ ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, വിശ്വാസത്തിന്റെ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, എൻകൗണ്ടർ ഉണ്ടാകണം. ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങണം. അന്നേരമാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാവും പിശാചുണ്ട്. റിയൽ. അവൻ ഒരിക്കലും അവന്റെ അസ്തിത്വം വെളിപ്പെടുത്തിയല്ല. നോ, ഒരിക്കലും സമ്മതിക്കല. അങ്ങനെ ഒരാളുണ്ടെന്ന് പറയാനോ അവന്റെ അസ്തിത്വം വെളിപ്പെടുത്താനോ പിശാച് ഒരിക്കലും സമ്മതിക്കല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ബുദ്ധിയിലെ അന്ധകാരം മാറി കഴിയുമ്പോൾ നമ്മൾ ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ലോകമായിട്ട് കണക്ട് ആവും. മനസ്സിലായോ? ഈ അദൃശ്യ ലോകം, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഈ അദൃശ്യ ലോകത്തെ പറ്റിയുള്ള വിവരം നമുക്ക് തരുന്ന ആരാന്നറിയാവോ? പരിശുദ്ധാത്മാവാണ്. ഇതിന് പറയുന്ന പേരാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള അറിവിന്റെ പേരാണ് ജ്ഞാനം. അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യനേക്കാൾ ഉയർത്തിയാണ് മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യൻ മാലാഖമാരെക്കാൾ താഴെയാണ്. ഒരു രീതിയിലും അവന്റെ കിടപിടിക്കാൻ പറ്റിയല്ല. പക്ഷേ ഈ ബലഹീനനായ മനുഷ്യന് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന്
ഈ മാലാഖമാരെക്കാൾ വലിയ ശക്തി ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ വരാനിരിക്കുന്ന കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടുന്നത്. എന്നിട്ടാണ് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ദൈവഹിതത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് ഈ പരിശുദ്ധാത്മാവ് വഴിയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിക്ക് സാധിക്കില്ല, ഒരു ശക്തിക്ക് സാധിക്കില്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വരുന്നത് അതിന് ഏറ്റവും അനിവാര്യമായ സാധനം കൃപയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഒന്ന് കൃപയാണ്. കൃപയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല, കൃപയാണ്. ഈ കൃപ കിട്ടുന്ന വഴി എന്ന് പറയുന്നത് തിരുസഭയാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരികളെ കുറിച്ചൊക്കെ പറഞ്ഞത് എൻ്റെ ഓർമ്മ. സഭയിൽ നിന്നിലൂടെയാണ് ഈ കൃപകൾ മുഴുവൻ ഒഴുകുന്നത്. കുദാശകളിലൂടെയാണ്, 7 കുദാശകളിലൂടെയാണ് എല്ലാ കൃപകളും ഒഴുകുന്നത്. തിരുസഭയിൽ നിന്നാണ് മുഴുവൻ കൃപകൾ ഒഴുകുന്നത്. അതുകൊണ്ട് സഭയോട് ബന്ധപ്പെട്ട് നിന്നാലേ ഈ കൃപ മനുഷ്യന് കിട്ടത്തുള്ളൂ. അപ്പം പിശാച് ചെയ്യുന്ന ആദ്യത്തെ പണി എന്തായിരിക്കും? സഭയ്ക്കെതിരെ അവൻ അറിയാം, ഈ കൃപ പ്രവർത്തിച്ചാൽ എന്റെ കാര്യം പോക്കാണ്. കൃപ പ്രവർത്തിക്കാതിരിക്കാൻ അവൻ സഭയ്ക്കെതിരെ ഈ ഒഴുകുന്ന ചാലിനെ അടയ്ക്കാൻ നോക്കും. ആദ്യത്തെ പരിപാടി അതാണ്. സഭയുമായിട്ട് രമ്യതപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു ആത്മാവ് തുനിഞ്ഞു കഴിയുമ്പോൾ അവനെ ആദ്യം തിരിക്കുന്നത് സഭയുമായിട്ടുള്ള, അതായത് നമ്മൾ വിചാരിക്കുന്ന സഭ അല്ല. ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മാമൂസ് മുക്കിയതുകൊണ്ട് സഭയാണ്, അങ്ങനെയുള്ള സഭയല്ല. ആത്മീയ ബന്ധം ഉണ്ടാണ്. ഒരു കുഞ്ഞ് പൊക്കിൾക്കൊടിയുമായിട്ട് അമ്മയോട് യോജിച്ച് നിൽക്കുന്നത് പോലെയാണ് ശരിക്കും സഭയുമായിട്ട് നമ്മളെ ഒട്ടിച്ചേക്കുന്നത് മാമോദീസ. ഈ മാമോദീസ പ്രസാദവരം ശരിക്കും ഒട്ടിയേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടവകപ്പള്ളിയുടെ മാമോദീസ തൊട്ടിയിലാണ് ശരിക്കും ഒട്ടിച്ചേക്കുന്നത്. ഇടവകപ്പള്ളിയുടെ മാമോദീസ തൊട്ടിയുമായിട്ടാണ് നമ്മളെ കണക്ട് ചെയ്തേക്കുന്നത്. ഈ ഇടവകപ്പള്ളിയുടെ മാമോദീസ തൊട്ടിയിൽ നിന്ന് വരുന്ന പ്രസാദവരം മുഴുവൻ എവിടെ നിന്ന് അറിയാം? ആ ബലിപീഠത്തിൽ നിന്നാണ് ഒഴുകുന്നത്. മനസ്സിലായോ? അമ്മയുടെ ശരീരത്തിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് പൊക്കിൾക്കൊടി, അത് പ്ലസന്റയിൽ നിന്ന് പൊക്കിൾക്കൊടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് പോലെ സഭയുടെ ബലിപീഠത്തിൽ നിന്ന് ഈ മാമോദീസ തൊട്ടിയുമായിട്ട് നമ്മളെ ബന്ധിച്ചിട്ട് നിൽക്കുന്ന ആ ഇടവക കൂട്ടായ്മയിലൂടെയാണ് ആ പ്രസാദവരം ഒഴുകുന്നത്. അപ്പം ഒന്ന് ആ ഇടവകയുമായിട്ട്, റീത്തല്ല, ഇടവകയുമായിട്ട് ബന്ധം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം റീത്തുമായിട്ട് ബന്ധം ഉണ്ടാവണം. മൂന്നാമത് യൂണിവേഴ്സൽ ചർച്ചുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവണം. ഇതുമായിട്ട് ഇങ്ങനെ ഈ ബന്ധം എവിടെയെങ്കിലും മുറിച്ചാൽ, മാർപ്പാപ്പയായിട്ട്, ഏതെങ്കിലും മെത്രാന്മാരുമായിട്ട്, നമ്മുടെ സ്വന്തം ബിഷപ്പുമായിട്ട്, വികാരി അച്ഛനുമായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മക്കളായിട്ട് എവിടെയെങ്കിലും മുറിഞ്ഞാൽ ഈ പ്രസാദവരത്തിന്റെ ഒഴുക്ക് കുറയ്ക്കും. ഇതാണ് പിശാചിന്റെ ആദ്യത്തെ പരിപാടി. ആദ്യം ചെയ്തത് ഇത് ആത്മീയ സമരമാണ്. ഇതിനെതിരെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് 20 മിനിറ്റ് ഉണ്ട്. ഈ 20 മിനിറ്റിൽ പറയാൻ പോകുന്നത് പറ്റുമോ നോക്കാം, മാക്സിമം ശ്രമിക്കാം. അപ്പം ഈ ബന്ധത്തെ തകർക്കാനാണ് പിശാച് നോക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുവൻ ശുശ്രൂഷകനായി കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ എതിരാളി, ഞാനിപ്പോ ശുശ്രൂഷകനാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നത് എൻ്റെ ഇടവകയിൽ നിന്നോ, എൻ്റെ രൂപയിൽ നിന്നോ, എൻ്റെ സഭയിൽ നിന്നോ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, എല്ലാ ശുശ്രൂഷകളുടെയും ചലഞ്ച് ഇരിക്കുന്നത് സ്വന്തം ഇടവകയോ രൂപതയോ ആയിരിക്കും, അല്ലെ വികാരിയച്ഛനായിരിക്കും. അതിന് കാരണം ഇതാണ്, പിശാച് അവന്റെ ഉള്ളിലേക്കുള്ള പ്രസാദവരത്തിന്റെ ഒഴുക്ക് തടയാൻ, അത് ഹൃദയം കൊണ്ടുള്ള ഐക്യം നഷ്ടപ്പെട്ടാൽ മതി, അല്ലാണ്ട് ഫിസിക്കലി വേണമെന്നില്ല. നമ്മുടെ കൃപ നഷ്ടപ്പെടുത്താൻ ആ ഒരു വഴി മുറിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റാക്ക് അതായിരിക്കും. രണ്ടാമത്തെ അറ്റാക്ക് കുടുംബത്തിലായിരിക്കും. കുടുംബം, കൂട്ടായ്മ, അതൊക്കെ കർത്താവ് നഷ്ടപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷകനായിരിക്കണം, എല്ലാം നഷ്ടപ്പെടുത്തണം, വില കൊടുക്കണം. വില കൊടുക്കാതെ ഒരുവന് ശുശ്രൂഷകനായിരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, അപ്പൊ നമുക്ക് പിശാചിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയണം. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നതാണ്, ഞാൻ കുറച്ച് നേരം എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റുന്ന. അതായത് നമ്മൾ ശുശ്രൂഷകരാണല്ലോ. അപ്പം വിശുദ്ധരൊക്കെ പഠിപ്പിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ നോക്കി പറഞ്ഞുതരാം. പിശാച് തരുന്ന പ്രലോഭനങ്ങൾ എന്തായിരിക്കും അത് നമ്മൾ അറിയാൻ നല്ലതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, സമയമില്ല.
പിശാച് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അവൻ എന്തായിരിക്കും? ഒരിക്കലും നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ നടത്തുമ്പോൾ പിശാച് ഒരിക്കലും ഒരു പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ പാപം കൊണ്ട് നമ്മുടെ അടുത്ത് വരികയില്ല എന്നല്ല, വരാൻ സാധ്യത കുറവാണ്. കാരണം എന്റെ ബുദ്ധിക്ക് അറിയാം, ഞാൻ കുമ്പസാരിക്കുന്നതെല്ലാം പാപമാണെന്നും പാപത്തെക്കുറിച്ച് യഥാർത്ഥ ബോധം ഒരു ശുശ്രൂഷകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, കർത്താവിന്റെ മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവൻ ആ മേഖലയെ കൂടെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയല്ല. കാരണം നടക്കുകയില്ല. കാരണം അതിനെതിരെ എന്റെ ബുദ്ധി പ്രബലമായിരിക്കും. ഞാൻ വ്യഭിചാരം ചെയ്യാൻ തുനിയല്ല. കാരണം എന്നാ? എനിക്കറിയാം വ്യഭിചാരം എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യല. കൊലപാതകം ചെയ്യല, നുണ പറയല. ബോധപൂർവ്വം ശ്രമിക്കും, ശുശ്രൂഷകർ ശ്രമിക്കുന്ന മേഖലയാണ്. പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ, നന്മ ചെയ്യുന്നവനെ പുണ്യങ്ങൾ കൊണ്ട് തന്നെ വീഴിക്കാനായിരിക്കും നോക്കുക. പുണ്യങ്ങൾ കൊണ്ട് തന്നെ. ഏതാനും കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആത്മീയ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെ കുറിച്ച് ഏതാനും ഞാൻ നോക്കട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധരുടെ പഠനം അനുസരിച്ചാണ്, എന്റെ സ്വന്തമല്ല. ഞാൻ പറയുന്ന രണ്ടു കാര്യങ്ങൾ എസ്പെഷ്യലി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ തെരേസ ഓഫ് ആവില, സെന്റ് ജോൺ ഓഫ് ദ ക്രോസ്, ഇവരുടെ പഠനമാണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു പുസ്തകമുണ്ട്, അതായത് ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ് എന്നാണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഒരു വലിയ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം ഒരു ആരോ സംസാരിക്കരുത് കേട്ടോ. ഒരു വലിയ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം പിശാച് നല്ലതെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ സാത്താൻ പ്രേരിപ്പിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചിലപ്പോൾ നമ്മളെ ആത്മീയ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നും. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, 10 കൊന്ത ചെല്ലണം, അല്ലെ 20 കൊന്ത ചെല്ലണം. ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ടെൻഡൻസി കൂട്ടും. അങ്ങനെ രാത്രി മുഴുവൻ ഇരുത്തി പ്രാർത്ഥിപ്പിക്കും. എന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിപ്പിക്കും. അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് അറിയോ? ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇവന് ഉറക്കക്കുറവുണ്ട്, അവൻ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഇരുന്ന് കിടന്നുറങ്ങുകയോ, ഈ ഉറക്കക്കുറവ് ഉണ്ടാക്കിയിട്ട് അവന്റെ സ്വാഭാവിക നേച്ചറിൽ മാറ്റം വരുത്തുക. ഒന്ന്, ജോലി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്ന് പ്രശ്നം ഉണ്ടാകുക. അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ താഴെ കളയാം. അതൊരു നമ്പറാണ് അവന്. അപ്പം ചില ആൾക്കാരെ കൊണ്ട് ഇതിന് നമ്മൾ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരിക്കണം. സ്പിരിച്വൽ ആയിട്ട് നമ്മളെ നോക്കുന്ന ഒരാളുണ്ട്. ഒരു ആധ്യാത്മിക പിതാവ് ഉണ്ടാകാതെ മുന്നോട്ട് പോകരുത്, വലിയ അപകടം ഉണ്ടാവും. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ പുറകെ പറയാം. പിന്നെയുള്ളത് അടുത്തതാണ് ഏറ്റവും വലിയ സാധനം, ആത്മീയ അഹങ്കാരം പിശാച് കൊണ്ടുതരും. ഈ ആത്മീയ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അറിയോ? അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആത്മീയഹങ്കാരം പറയുന്നതിന് മുമ്പ് വേറൊരു ഒരു പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. എല്ലാവരോടും പറയും കൂദാശകൾ സ്വീകരിക്കണം, അല്ലെ? എല്ലാ പ്രഘോഷങ്ങളിലും കൂദാശകൾ സ്വീകരിക്കാനാണ് പറയുന്നത്. പിശാച് നമ്മളെ കൊണ്ട് എല്ലാ ആഴ്ചയും കുമ്പസാരിക്കണം കേട്ടോ, അല്ലാണ്ട് പോകാൻ പറ്റിയല്ല. ഈശോയുടെ സ്നേഹമല്ലേ കുമ്പസാരിക്കണം. പക്ഷെ 2 കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിനകത്ത് ഒരു കാര്യം ഇതാണ്: കുമ്പസാരിക്കും പാപ സാഹചര്യം മാറ്റാൻ സമ്മതിക്കില്ല, കുമ്പസാരിക്കും അനുദപിക്കാൻ സമ്മതിക്കില്ല, കുമ്പസാരിക്കും പാപം ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലാണ്ടോ? വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന തിന്മയുടെ അരൂപികൾ, ഇവർ ഒരുപാട് ഗണങ്ങളുണ്ട്, അതൊക്കെ പറയാനുണ്ട്. ഒരുപാട് ഗണങ്ങളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. വിശുദ്ധ സ്ഥലങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ അരൂപി, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പിശാച്. അച്ഛനെ ഉദ്ദേശിച്ചല്ലേ ഈ പറയുന്നത്. നമ്മളെ കൂദാശകളിൽ കുടുക്കി വെച്ചേച്ച് കുദാശകളിലോടുകൊണ്ട് പ്രസാദവരം ലഭിക്കണമെങ്കിൽ കുമ്പസാരത്തിന്റെ 5 കാര്യങ്ങൾ പൂർണ്ണമായാലേ കുമ്പസാരം പൂർണ്ണമാകത്തുള്ളൂ. പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മൾ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുമ്പസാരം പൂർണ്ണമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരത്തിന്റെ ഒരു പ്രസാദവരവും നമ്മുടെ ഹൃദയത്തിൽ കിട്ടത്തില്ല. യഥാർത്ഥ അനുദപിച്ച് കുമ്പസാരിച്ച് കുർബാന നിങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം മാറി മറിയും.
നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ റിയൽ ആയിരിക്കണം, റിയൽ ആകണം. വില കൊടുക്കേണ്ടി വരും കേട്ടോ. റിയൽ ആകണം. യേശു ക്രിസ്തുവിനെ ഈശോ പറഞ്ഞില്ലേ, സ്വർഗരാജ്യം ഒരു ബലപ്രയോഗത്തിന്റെ വിഷയമാണ്. ബലപ്രയോഗത്തിന്റെ വിഷയമാണ്. അനേകര് ശ്രമിക്കും, പക്ഷെ നടക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു തിന്മ ഇംഗ്ലീഷിലുള്ള ആത്മീയ അഹങ്കാരമാണ്. എന്താണ് ഈ ആത്മീയ അഹങ്കാരം? ആത്മീയ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കൊരു തോന്നലാണ്, ഞാൻ ഇച്ചിരി മെച്ചമാണ്, ഭർത്താവിനേക്കാളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാര്യയെക്കാളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന ചിന്ത. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം, അവൻ എന്നെ പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്നത്, ഞാൻ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നതാണ്. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളിട്ടുണ്ട്. എപ്പോഴും ഞാൻ കുമ്പസാരിക്കണം, ഞാൻ ഒന്ന് അവനോട് പറഞ്ഞായിരുന്നു, ഉണ്ടോ ഒന്ന് കുമ്പസാരിക്കണം പോയി, ഇല്ല ഞാൻ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നതാണ്. നിനക്ക് ഉപവസിച്ച് തന്നെ, ഞാൻ എല്ലാ ആഴ്ചയും ഉപവസിക്കുന്നതാണല്ലോ, നിനക്കത് ഉപവസിച്ചാലേ. ഉണ്ടോ? ഇത് ആത്മീയ അഹങ്കാരത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? അതായത് സെൽഫ് ഗ്ലോറിയാണ് അവിടെ സംഭവിക്കുന്നത്. സെൽഫ് ഗ്ലോറി, എന്നെ തന്നെ ഞാനിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാണ്. പിന്നെ വേറെ ചിന്തയാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിനെ പ്രത്യേകം തെരഞ്ഞെടുത്താണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള തോന്നൽ. അത് പിശാച് തരും. ആ തോന്നൽ നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക്. അപ്പം പിന്നെ വേറൊരു പിശാചിന്റെ ഒരു തോന്നലാണ് പാപത്തെ നിസാരവൽക്കരിക്കുന്ന അവസ്ഥ. ദൈവം കരുണയല്ലേ, സാരമില്ലെന്നേ, സാരമില്ല, ദൈവം കരുണയല്ലേ, സ്നേഹമല്ലേ, ഡോണ്ട് വറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭ ഗൗരവമായി എടുക്കുന്ന ഒരു പാപമാണ് മാരക പാപം. ഒരു കാര്യം പാപമാണെന്നറിഞ്ഞിട്ടും അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പാപം ഡബിളാണ്. മാരക പാപത്തിന്റെ ലിസ്റ്റ് വരും. പിശാച് കൊണ്ടുവരുന്ന ചതിയാണത്. ചതി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഏതെങ്കിലും പാപത്തെ ഇഗ്നോർ ചെയ്യും, സാരമില്ല. കർത്താവ് ഏതെങ്കിലും തഴക്കദോഷങ്ങളിൽ വീണ് കടന്നിട്ട് മദ്യപിക്കുന്നവൻ പറയുകയാണ്, സാരമില്ല, കുമ്പസാരിക്കാം, സാരമില്ല, ഉപകരിക്കാം, ഇല്ല, നോ, ചെയ്യാൻ പാടില്ല, പാപമാണത്. നിത്യജീവിതം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ, ദൈവത്തിന്റെ പ്രസാദവരം ലഭ്യമാകണമെങ്കിൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം, ഫൈറ്റ് ചെയ്യണം. നിത്യജീവിതം ലഭിക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഞാൻ ബലവാനല്ല, ഞാൻ കവചങ്ങളില്ല, എനിക്ക് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള എന്നാ പറയാ, പിന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു പരിരക്ഷകൾ നമ്മുടെ കയ്യിലില്ല. അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ടൂൾസുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം. അടുത്ത ചെറിയ പാപങ്ങൾ സാരയില്ലെന്നുള്ള തോന്നൽ, അത് ഭയങ്കര പാപമാണ്. പിശാച് കൊണ്ടുവരുന്ന കെണിയാണത്. എന്നിട്ട് എന്ത് സംഭവിക്കും എന്നറിയാവോ? ഇതുവഴി ദൈവത്തിന്റെ പ്രസാദവരത്തിന്റെ ഒഴുക്ക് സ്റ്റോപ്പാകും. നമ്മൾ അറിയില്ല, സ്റ്റോപ്പായും. അറിയാതിരിക്കാൻ അവൻ ചെയ്യുന്ന കാര്യം എന്നറിയോ? അതേ വഴിയിലൂടെ അവന്റെ പ്രസാദവരം ഒഴുക്കും, അവന്റെ ശക്തി ഒഴുക്കും. അറിയല നമ്മള് ആത്മീയ അനുഭൂതി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ പാപം ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവന്റെ തോളെ കൈയിടും, നമ്മളെ അവന്റെ കയ്യിൽ തൊളിയിരിക്കും. മനുഷ്യന്റെ ഫ്രീ വില്ലാണ് പിശാചിന് ആവശ്യം. ദൈവം മനുഷ്യന്റെ ഫ്രീ വില്ലെ തൊടിയല്ല. പിശാച് അവന്റെ ഫ്രീ വില്ലിനെ അപഹരിക്കും, അടിമത്തത്തിലേക്ക് കൊണ്ടുപോരും, അവന്റെ സ്വന്തമാക്കാൻ നോക്കും. പിന്നെ അവൻ അത് കൺട്രോൾ ചെയ്യണം, പിന്നെ അവൻ അതിനകത്ത് കയറിയിരിക്കണം, പിന്നെ അതിനെ നിയന്ത്രിക്കണം, പിന്നെ നശിപ്പിക്കണം. ഇതാണ് അവന്റെ ലക്ഷ്യം. തിരിച്ചറിയണം. ദൈവത്തിന്റെ മകനെ നശിപ്പിക്കുകയാണ് അവന്റെ ലക്ഷ്യം. ഘട്ടം ഘട്ടമായിട്ട് അവൻ നശിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ വേറൊരു കാര്യം എന്റെ ഓർമ്മയിലേക്ക് വരും. പിശാചിന്റെ പ്രവർത്തനത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പം ഒരാള് വിശുദ്ധി ജീവിക്കുന്ന കണ്ടു, അവൻ ഏതെങ്കിലും ഒരു പ്രലോഭനം നൽകും. ആദ്യം ഒരു വിചാരത്താലോ എന്തെങ്കിലും ഒരു ചിന്തയായിരിക്കും നൽകുന്നത്. ചിന്തയുടെ ചൂണ്ട. അതൊരു അരൂപിയാണ്. ചിന്ത കൊടുക്കുന്ന അവനെ ഒരു കുഞ്ഞു സാധനമാണ്. അവൻ കൊണ്ടുവന്ന് ഇട്ടേച്ച് പോകും. നമ്മൾ അതിൽ കൊത്തിക്കഴിഞ്ഞാൽ അതിലൂടെ അടുത്ത ആൾ കയറി വരും. അതിനെ ഒരു ഭാവനയാക്കും. ആ ഭാവനയെ വിധിച്ച് അതിനെ എത്ര സമയം നമ്മൾ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നോ അതിനനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അവൻ അങ്ങനെ, നമ്മൾ പറയല്ലേ, ഒരു പശുവിന്റെ പുറത്ത് ഒരു ചെറിയ മുറിവുണ്ടായാൽ അവിടെ ഒരു ഈച്ച വന്നിരിക്കും. ആദ്യം വന്നിരിക്കുന്നത് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഈച്ചയാണ്. പക്ഷേ ആ ഈച്ച എത്ര സമയം അവിടെ സ്റ്റേ ചെയ്യുന്നോ
അതിനനുസരിച്ച് ആ മുറിവ് വലുതാകാൻ തുടങ്ങും. കുറച്ചുകൂടെ അത് കഴിയുമ്പോഴേക്കും അതിനകത്ത് പുഴുകൾ ഉണ്ടാകാൻ തുടങ്ങും. ആ പുഴുക്കള് ആ ശരീരത്തെ നശിപ്പിക്കാൻ തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന വിചാരങ്ങളെ നമ്മൾ വെറുതെ കയറൂരി വിടരുത്, കയറൂരി മേയാൻ വിടരുത്. അവനെ പിടിച്ചു കെട്ടാൻ പറ്റണം. അതുകൊണ്ടാണ് പറയണേ, ശരീരത്തിന്റെ പ്രവണങ്ങളെ ആത്മാവിൽ നിഘനിക്കണം എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നു. ശരീരത്തെ അങ്ങനെ അങ്ങ് സുഖിക്കാൻ വിടരുത്. മനുഷ്യന്റെ കഴിവാണ് സുഖിക്കാനുള്ള ത്വര, അതേലാണ് അവൻ പിടിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും സുഖം അനുഭവിക്കാൻ മനുഷ്യന് ദാഹമുണ്ട്. നേരെ സുഖത്തിന്റെ നേർ വിപരീതമാണ് ക്രിസ്തു നൽകിയത്, സഹനം. നിത്യജീവിതം വേണോ? സഹിക്കണം. ഈ സുഖിക്കാനുള്ള സുഖം നൽകുന്നതാണ് പിശാചിന്റെ എല്ലാ കാര്യങ്ങളും. സുഖം നൽകുന്നതാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾക്കൊന്നും വലിയ സുഖം ഉണ്ടാകില്ല, പക്ഷേ ആനന്ദം ഉണ്ടാകും. ആനന്ദം സ്വർഗം നൽകുന്നതാണ്. ആനന്ദം ദാരിദ്ര്യത്തിലും കഷ്ടതയിലും രോഗത്തിലും പീഡനങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആനന്ദം ഉണ്ടാകണമെങ്കിൽ പാപങ്ങൾ ഉപേക്ഷിക്കണം. പാപങ്ങൾ ഉപേക്ഷിക്കണം. ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പണിയാണ്, പിശാച് കൊടുക്കുന്ന ഒരു പ്രലോഭനമാണ്. ഇപ്പൊ ഭയങ്കര ലീഡർഷിപ്പ് ആയിരിക്കും, ഭയങ്കര ശുശ്രൂഷകനായിരിക്കും. ഈ ശുശ്രൂഷകനെ വീഴിക്കാൻ പിശാച് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ബിസിയാക്കുവാൻ. ശുശ്രൂഷയിൽ അങ്ങ് ബിസിയാക്കി കളയും. ഭയങ്കര ശുശ്രൂഷ ബിസി ഉണ്ടാക്കും. എന്നാ ചെയ്യുന്നറിയാൻ, ഫുൾ ശുശ്രൂഷ കൊടുത്തേച്ച്, ടൈറ്റ് ലോഡ് കൊടുത്തേച്ച് പ്രാർത്ഥിക്കാനുള്ള സമയത്തെ അവൻ കുറയ്ക്കും. പേഴ്സണൽ പ്രയറിനുള്ള സമയം അവൻ അപഹരിക്കും. കാരണം അവന്റെ ആത്മാവിലേക്ക് ജീവൻ കിട്ടുന്നത് ഈ പേഴ്സണൽ പ്രയറാണ്. ഇത് കുറയുന്നതനുസരിച്ച് അവന്റെ അഭിഷേകം കുറയും. അഭിഷേകം കുറഞ്ഞു കഴിയുമ്പം അവിടെ കയറി അടിക്കും. ഇതും പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ സെയിം കാര്യം തന്നെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളുണ്ട്. പള്ളി കമ്മിറ്റി കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷകൻ പള്ളിയിൽ ഇടപെട്ട് ജീവിക്കുവാണെങ്കിൽ അവനെ പള്ളി കമ്മിറ്റിയുടെ മെമ്പറാക്കും, പാരീഷിന്റെ വുമൻസ് ഫോറത്തിന്റെ ആകും, മെൻസ് ഫോറത്തിന്റെ ഹെഡാക്കും. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അങ്ങ് കൊടുത്തേച്ച് അവനെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വരാത്ത രീതിയിലാക്കും. സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. എല്ലാം ആത്മാവിൽ വിവേചിച്ച് വേണം ചിന്തിക്കാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ഇത് ആത്മാവിൽ നിന്നാണോ? അതുകൊണ്ട് എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് വേണം ജീവിക്കാൻ. നമുക്ക് അറിയത്തില്ലാത്ത വഴികളിലൂടെയാണ് അവൻ കൊണ്ടുവരുന്നത്. മൂന്നാമത്തത് മടുപ്പാണ്. മടുപ്പ്, പ്രാർത്ഥിക്കാൻ മടുപ്പ്. ഒരു കൊന്തയല്ലാനിരുന്ന് സമ്മതിക്കാൻ മടുപ്പ്. അത് ഒരു അസ്വസ്ഥതയാണ്, മടുപ്പിന്റെ അസ്വസ്ഥത. ഇനി ചെറിയ പാപം ചെയ്യുമ്പോൾ ഒരു വലിയ നിരാശ, അത് പിശാച് കൊണ്ട് തരും. ചെറിയ കാര്യങ്ങളായിരിക്കും. ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ ഇനി പറ്റില്ല. കാരണം നിന്നെ ഇത്രയേറെ സ്നേഹിച്ചവനെ നീ ഇത്രയേറെ തള്ളിപ്പറഞ്ഞു. നീ ചെയ്ത പാപം നിസാരമൊന്നും അല്ല. നീ കർത്താവിൻ, നീ നരകത്തിൽ പോകും. എന്തായാലും നോക്കിയോ, ഉറപ്പാണ് നരകത്തിൽ പോകും. നീ വലിയ നിരാശ, ഇങ്ങനെ നമ്മളെ കുറ്റം വിധിക്കും. അങ്ങനെ അത് ഭയങ്കര ഒരു പാപമാണ്. പിന്നെ വേറൊരു പാപമാണ്, ഏറ്റവും വലിയ പാപമാണ്. ശുശ്രൂഷകരിൽ അനേകം ആൾക്കാർ വീഴുന്ന പാപമാണ് വിധിക്കുന്ന ആത്മാവ്, ദുരാത്മാവ്. വിധിക്കുക. അതായത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർ വചനം ഇങ്ങനെ കേൾക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളെ അപ്പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഇത് അഹങ്കാരമാണ്, ഇത് സെൽഫ് ഗ്ലോറിക്ക് വേണ്ടിയായി പറയുന്നത്, ഇത് മറ്റത് അടിച്ചു മാറ്റിയതാണ്, ഇത് അവിടുന്ന് വന്ന, ഇത് ഇവിടുന്ന് വന്ന, ഇങ്ങനെ വിധിച്ചോണ്ടേയിരിക്കും. അത് വചനം കേട്ടോണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരേ സമയം രണ്ടാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കേൾക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇതും അവന്റെ ആത്മീയ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന. അതുകൊണ്ടാണ് നീ വിധിക്കുന്നത് കൊണ്ട് നീ ആ വിധിയാൻ തന്നെ വിധിക്കപ്പെടും. നമ്മൾ ഒരിക്കലും ആത്മാവിൽ പച്ച പിടിക്കുകയില്ല. ഈ വിധിക്കുന്ന ആത്മാവിന് ഒരിക്കലും ജീവൻ ഉണ്ടാകില്ല. അവനിങ്ങനെ വിധിച്ച് പോത്തേ ഉള്ളൂ. ഒരാത്മാവിനെ വിധിക്കാൻ നിൽക്കുന്നവനൊന്നും ഒരു സ്ഥലത്തും ക്ലച്ച് പിടിക്കുകയാണ്. കാരണം എന്നത് ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ആ കാലഘട്ടത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഭിഷേകം ചെയ്തത്. അവനറിയാം, ഇവൻ പിടിച്ചു നിന്നാൽ, ദൈവത്തിൽ ഊന്നി നിന്നാൽ ഇവനെ ദൈവം ഉയർത്തും എന്നറിഞ്ഞുകൊണ്ട് ഇവനെ ഇങ്ങനെ അതായത് വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവന്റെ മാർഗത്തിലേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഓട്ടത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് പിശാച് ചെയ്യുന്ന പണി. ഓട്ടത്തിന്റെ കാലെ പിടിക്കുക, കാലെ വെട്ടിയിടുക. അതായത്
ഇവന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ നോക്കും. സ്പീഡ് കുറച്ചാൽ കഴിഞ്ഞാൽ അവനെ കതപ്പിച്ച് നിർത്താൻ നോക്കും. ഇതാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഫൈറ്റാണ്. നമുക്കിത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, ഇനി അങ്ങനെയുള്ളതൊക്കെ പിന്നെ പറയാം, സമയമില്ല. അപ്പം നമുക്കിത് കതച്ച് നമ്മളങ്ങ് പോവാണ്. നമുക്ക് കാരണം എന്താണെന്നറിയോ? ആത്മീയ ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ശത്രുവിനെതിരെയുള്ള ഫൈറ്റിലാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങൾ ശത്രുവിനെതിരെ പെരുമാറുമ്പോൾ ആയുധങ്ങൾ ധരിക്കണം. അതിന് ഏറ്റവും നല്ലത് എളിമയാണ്. എളിമ എന്ന പുണ്യം. ഒരാള് സഭാപ്രബോധനം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ തല കുനിച്ചാൽ മതി, സ്വീകരിച്ചേക്കാം. നമുക്ക് വേറൊരു ഇതും പറയാതിരിക്കാൻ പറ്റിയല്ല. വേറൊരു ആത്മീയ അഹങ്കാരമാണ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഒരാളൊരു കാര്യം പറഞ്ഞു തന്നാൽ, പ്രബോധനം പറഞ്ഞാൽ അംഗീകരിക്കില്ല. മറ്റുള്ള അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഇത് കുറെ കാലമായിട്ട് കാണുന്നതാവേ, ഇതൊന്നും തുടങ്ങിയ പരിപാടിയല്ലെന്നേ, കുറെ കാലമായി നമുക്കിങ്ങനെ തോന്നും. ഇതിന്റെ പേര് അഹങ്കാരം എന്നാണ്. അഹങ്കാരം എന്ന ഭയങ്കര മാരക പാപം. അഹങ്കാരം പിശാചിന്റെ നേരിട്ടുള്ള സാധനമാണ് അഹങ്കാരം. അത് പല രൂപത്തില്, പല വേഷത്തിലുണ്ട്, പല രീതിയിൽ. ഇതിനെയൊക്കെ നമ്മൾ പിഴുതെറിയണം. ഇതൊക്കെ ചെറിയൊരു കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ച് വേണം ഇതിനെ നേരെയാക്കാൻ. ഇതൊക്കെ നേരെയായി കഴിയുമ്പോഴാണ് നമ്മൾ ശുശ്രൂഷകരായി മാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയൊന്നും പറയാൻ പറ്റുന്ന പിന്നീട് ഒരു സമയത്ത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ശത്രു ഉണ്ടെന്ന് തിരിച്ചറിയാം. ശത്രുവിന്റെ ഇവന്റെ പ്രവർത്തനങ്ങളെ തടയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയണം. ആദ്യം അറിയണം, നമുക്ക് മനസ്സിലാവണം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാണെന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിലാണെന്നുള്ള ബോധം. അതുകൊണ്ടാണ് സഭയെ സമരസഭ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സമരസഭ എന്ന് പറയുന്നത്. ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത സഹിക്കുന്നവർ സഭയാണ് സഹനസഭ. ഈ ഫൈറ്റ് സമരസഭയിൽ നിന്ന് വിന്ന് ചെയ്ത ആൾക്കാരാണ് വിജയസഭയിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു യുദ്ധമാണെന്നും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വൈകാരികതയൊക്കെ ഒന്ന് നിർത്തണം, വൈകാരികതയൊക്കെ കുറയ്ക്കണം. വൈകാരികതയൊന്നും കൊണ്ട് അധികം ആവശ്യമില്ല. നമുക്ക് പക്വത ഉണ്ടാവണം. കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വലിയ പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യണം. വലിയ പിള്ളേർ ചെയ്യുന്നത് പക്വതയുള്ള കാര്യങ്ങളും ചെയ്യണം. പക്വത ആവശ്യമാണ്. ആത്മീയതയിൽ പക്വത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ ചെറിയ കാര്യമല്ല ചെയ്യുന്നത്, ഇത്ര വലിയ കാര്യമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്നും പോയാൽ പോരാ എന്നൊക്കെയുള്ള ബോധം നമുക്കുണ്ടാകണം. എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് എന്നിട്ട് എളിമയിലായിരിക്കാം, അംഗീകരിക്കാൻ എല്ലാ കാര്യത്തിലും. ഈശോ പറഞ്ഞില്ലേ, സ്വയം ശൂന്യവൽക്കരിക്കുക. ഈശോ തന്ന മാർഗം തന്നെയാണ്. നിങ്ങൾ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? ചെറുതാകുക. ഒരു കൊച്ചു മുമ്പിൽ വന്ന് നിന്ന് പറയുമ്പോൾ അവനെ അംഗീകരിക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അതിനെ സഭാപ്രബോധനമായിട്ട് തെറ്റിച്ച് നോക്കിയിട്ട് ഇത് ഞാൻ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ആത്മീയ ജീവിതത്തെ, ഒരു പക്വതമുള്ള ആത്മീയ ജീവിതം വളർത്തിയെടുക്കേണ്ടത്. അത് വളരുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ശക്തിയും സ്വരവും നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങും. കർത്താവ് പറയും, ഇതാണ് വഴി, ഇതിലേ പോകുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Concluding prayer. അതെ, കുറിപ്പിന്ന് ആരെങ്കിലും